സാർ പറയൂ സാർ, വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഇത് അവസ്ഥ എന്താണ്? എല്ലാവരും എനിക്ക് തോന്നുന്ന മലയാളികൾക്ക് പുറത്തുള്ളവർക്കും കുറേയൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പല വീഡിയോസ് വരുന്നുണ്ട്, ഹിന്ദിയിൽ പല വീഡിയോസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അറിയാവുന്നവർ ഉൾപ്പെടെ മലയാളികളല്ലാത്തൊരു വലിയ സമൂഹം വലിയ പ്രതീക്ഷയോടെ ഈ പ്രൊജക്റ്റിനെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമല്ല പ്രൊജക്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഒരിക്കലും നടക്കില്ല, ഒരു കാരണവശാലും നടത്തില്ല എന്ന് ഒരുപാട് പേർ വാശി പിടിപ്പിച്ച ഒരു വിഷയമാണ് ഇപ്പോൾ അടുത്ത ഓണത്തിന് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങും എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഒരു 2-3 ദിവസം മുമ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ആരാണ് നടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾക്കറിയാം, എന്തുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞതും ഒക്കെ അറിയാം. അങ്ങനെ അത്തരം വലിയ വലിയ ശക്തികൾ, നിസ്സാരക്കാരൊന്നുമല്ല. ഈ നടക്കില്ല എന്ന് പറഞ്ഞതും നടത്തില്ല എന്ന് പറഞ്ഞതും നിസ്സാരക്കാരോ ഈ നാട്ടുകാരോ സാധാരണ മനുഷ്യരോ അല്ല, വിഴിഞ്ഞംകാരും അല്ല. അവരൊക്കെ വെറും സാധുക്കൾ, അവരൊന്നുമല്ല. അപ്പൊ വമ്പൻ ശക്തികൾ ഇതൊരു കാരണവശാലും നടത്തില്ല എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിനകത്ത് അടുത്ത ഓണത്തിന് കപ്പലെടുക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾക്കും ആശങ്കകളുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു, കഷ്ടപ്പെടുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് എവിടെയും എത്തുന്നില്ല എന്ന് തോന്നിയ നിരാശയുടെ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ നിന്ന് പോയേക്കാം, ഉപേക്ഷിക്കപ്പെട്ടേക്കാം. അവിടെ നിന്നൊക്കെ ഒരു പ്രതീക്ഷയുടെ ഒരു തീരത്തോട്ട് ഇപ്പോൾ നമ്മൾ അടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, സിവിക് സൊസൈറ്റിക്കും, യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഇന്ന് ഈ പ്രോജക്റ്റ് ആവശ്യമാണ്. എക്സെപ്റ്റ് വെരി ഫ്യൂ. ആ ഫ്യൂവിനും പല മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ അനുസരിച്ച് ഈ പ്രൊജക്റ്റ് നമ്മുടെ ഓണത്തിന് പ്രവർത്തനം തുടങ്ങുമ്പോൾ അതൊരു മൈൽ സ്റ്റോൺ പിന്നിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ചലഞ്ചാണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ തോന്നാം ഇതെന്താണ് ഇത്ര വലിയ കാര്യം എന്നൊരു പക്ഷെ തോന്നിയേക്കാം. അതിന്റെ ഇമ്പാക്റ്റ് ഇനിയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് വളരെ പോസിറ്റീവാണ്. നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു പ്രൊജക്റ്റ് അല്ല. അതിനിയും അങ്ങനെ ആക്കിയെടുക്കാം, നമുക്ക് വേണമെങ്കിൽ ആ തലത്തിലൊക്കെ കൊണ്ടുപോകാം. പക്ഷെ ഒരു എളിയ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചെറിയ തുടക്കം 2024 ഓണത്തിന് സംഭവിക്കുന്നു എന്നുള്ളൊരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെപ്പോലുള്ളത്. സർ, ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നതോടുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഏത് തലത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമല്ല. ഇത് വാസ്തവത്തിൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ഞാൻ ഇന്നൊരു വീഡിയോ ആക്കി. എനിക്ക് ഒരു ഡെയിലി സെയിലിംഗ് കമന്ററി എന്ന് പറഞ്ഞ ഒരു 10 മിനിറ്റ് സംഭവം ഡെയിലി ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാനിതൊരു ചോദ്യമാക്കുകയും ഉത്തരമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചോദ്യമാക്കാൻ കാരണം JNPT, മുംബൈയിലെ JNPTയുടെ ചെയർമാൻ, ഞാൻ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല, പേര് വേണമെങ്കിൽ നമുക്ക് എഴുതി കാണിക്കാം. അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ കുറിപ്പ് ഞാൻ വായിച്ചപ്പോൾ അവർ JNPTയുടെ എക്സ്പാൻഷൻ 2024 മുതൽ 30 വരെയുള്ള ഒരു എക്സ്പാൻഷൻ പൽഗാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇനി നടത്താൻ പോകുന്നത്. നവശേവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്താണ് JNPT ഇപ്പോൾ ഉള്ളത്. അവിടെ ചില പരിമിതികളുള്ളത് കാരണം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഒരു പൽഗാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇതിൻ്റെ അടുത്ത സ്റ്റേജ്, JNPTയുടെ അടുത്ത സ്റ്റേജിന്റെ എക്സ്പാൻഷൻ ആലോചിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ അവര് 10 ലക്ഷം തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും എന്ന് കൃത്യമായ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം. അതിൽ 5 ലക്ഷം നിർമ്മാണ ഘട്ടത്തിലും പിന്നെ 5 ലക്ഷം അടുത്ത ഘട്ടത്തിലും. അപ്പൊ ഈ കണക്ക് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം, വർഷങ്ങളായിട്ടുള്ളൊരു ചോദ്യം എന്നെ ആ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ, എനിക്ക് തോന്നുന്ന ഏത് ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പക്ഷെ മാതൃഭൂമി ആയിരിക്കാം. ചാനൽ ചർച്ചയിൽ ഞാൻ സ്റ്റുഡിയോയിലുണ്ട്, ഞാനും വേറെ 2 പേര് സ്റ്റുഡിയോയിലുണ്ട്. OB എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയാണ്, ഇപ്പോൾ അത് എന്താണെന്ന് എനിക്കറിയില്ല. മന്ത്രി
OB സൈറ്റിലാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ഓഫീസിലോ ആണ്. അന്നത്തെ മന്ത്രി കെ ബാബു ആണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള മന്ത്രി. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ വത്സാമണി മാഡം എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ശ്രീ കെ ബാബുവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ തുറമുഖത്ത് എത്ര തൊഴിലവസരങ്ങളാണ് ഉണ്ടാക്കുന്നത്? നാട്ടുകാർക്ക് അതാണ് അറിയേണ്ടത്. നാട്ടുകാർക്ക് അദാനി എടുത്തോ അംബാനി എടുത്തോ എത്ര കപ്പലെടുത്തോ അതൊന്നും അവർക്ക് അറിയണ്ട. അവരുടെ മക്കൾക്ക് ജോലി കിട്ടുമോ, എന്ത് കിട്ടും, എന്ത് ജോലി കിട്ടും, ഇതാണ് അവർക്ക് അറിയേണ്ടത്. ഇൻഫാക്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര ഇപ്പോൾ JNPTയുടെ ചെയർമാൻ കൃത്യമായിട്ട് പറയുന്നു 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, 5 ലക്ഷം നിർമ്മാണ ഘട്ടത്തിൽ, അത് കഴിയുമ്പോൾ 5 ലക്ഷം പോസ്റ്റ് ഓപ്പറേഷൻ പീരീഡിൽ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ പുള്ളി മൈക്കൊക്കെ ഊരി എറിഞ്ഞു. കെ ബാബു മൈക്കൊക്കെ ഊരി എറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരു ഇക്കോണമിസ്റ്റ് സാമ്പത്തിക വിദഗ്ധൻ്റെ അടുത്തൊന്നും എനിക്ക് മറുപടി അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സോ ദ ക്വസ്റ്റ്യൻ ഈസ് സ്റ്റിൽ അൺആൻസേർഡ്. ഇപ്പോൾ വത്സാമണി ചോദിച്ച ചോദ്യത്തിന് എനിക്കുത്തരമുണ്ട്, എനിക്കുത്തരം പറയാൻ പറ്റും. പക്ഷേ എനിക്കുത്തരം പറഞ്ഞാൽ ഞാൻ തൊഴിലുണ്ടാക്കി കൊടുക്കണം. അതിനുള്ള ടൂൾസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഐ എം നോട്ട് എംപവേർഡ് ഫോർ ദാറ്റ്. ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് അതിന് ചെയ്യേണ്ടത്, മറുപടി പറയേണ്ടത്. അവരാരും മറുപടി പറയുന്നില്ല, വാ തുറക്കുന്നില്ല. ആ സർക്കാർ കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നിട്ട് അവരാരും ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ എൻ്റെ ഒരു അനുമാനം ഞാൻ പറയാം, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് പോർട്ടാണ് വരുന്നത്. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്നും പറയുന്നുണ്ട്, സെമി ഓട്ടോമാറ്റിക് എന്നും പറയുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, സെമി ആണെന്നും. എന്തായാലും ഇത് ആദ്യത്തേതാണ്. ഇന്ത്യയിൽ സെമി ആയാലും ഫുള്ളി ആയാലും വിഴിഞ്ഞും ആദ്യത്തേതാണ്. എന്ന് പറഞ്ഞാൽ ട്രക്കിന് ഡ്രൈവർ വേണ്ട. കപ്പൽ വന്ന് നിൽക്കുമ്പോൾ മറ്റേ ഇപ്പോൾ വന്നിരിക്കുന്ന ക്രെയിനിൽ നിന്ന് ഈ ട്രക്ക് അടിയിൽ പോയി നിൽക്കും, കണ്ടെയ്നർ വയ്ക്കും, സെൻസർ വഴി ഈ ഡ്രൈവർ ഇല്ലാത്ത വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയി യാർഡിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ മുതൽ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു തസ്തിക കട്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓട്ടോമേഷനാണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത്. പരമാവധി പോർട്ടിനകത്ത് ഒരു 500 പേർക്കാണ് ജോലി സാധ്യത. ഇപ്പൊ നമ്മളെ ശ്രമിക്കുന്നവർക്കും ഈ തൊഴിലവസരത്തെ കുറിച്ചാണ് അറിയേണ്ടത്. പരമാവധി 500 പേർക്കാണ് അതിനകത്ത് ജോലി കിട്ടുക. ഈ 500 പേര് തന്നെ ആരാണെന്നറിയാമോ? 7 കൊല്ലം 8 കൊല്ലം 10 കൊല്ലം എക്സ്പീരിയൻസ് പോർട്ട് സെക്ടറിൽ ഉള്ളവർക്കാണ് ജോലി. നിങ്ങൾ അദാനിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അവിടെ കരിയർ ഓപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. അവർ എല്ലാം നോക്കുമ്പോഴും 5 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ജോലിക്ക് അവർ വിളിക്കുന്നത്. ഫ്രഷ് ഹാൻഡ്സിനെ ഒന്നും അവർ വിളിക്കുന്നില്ല. ഫ്രഷ് ഹാൻഡ്സിനെ വിളിക്കുന്നുണ്ടെങ്കിൽ വല്ല സെക്യൂരിറ്റി ആയിട്ടോ അതുപോലുള്ള മീനിയൽ ജോബ്സിനൊക്കെയുള്ള ആളുകളായിരിക്കും എടുക്കുന്നത്. പ്രൊഫഷണൽസ് ആണെങ്കിൽ യു നീഡ് അറ്റ്ലീസ്റ്റ് 5 to 7 years എക്സ്പീരിയൻസ്. അപ്പോൾ പോർട്ടുമായി യാതൊരു ബന്ധമില്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ടയിലുള്ള ജനങ്ങൾക്ക് ഒരു ജോലിയും വിഴിഞ്ഞത്ത് കിട്ടില്ല എന്ന് ഉറപ്പായി ആണല്ലോ. ഇനി അതുകൊണ്ട് വിഷമിക്കണ്ട. ജോലി കിട്ടേണ്ടത്, ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് പോർട്ടിനകത്തുള്ള ജോലി സാധ്യത വളരെ കുറവായിരിക്കും. ഞങ്ങളുടെ വാദം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്, അതിനകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കിട്ടാവുന്ന ജോലി പോർട്ടിന് പുറത്താണ്. പോർട്ടിന് പുറത്ത് എവിടെ? അതിനാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. ഈ ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിൽ, നമ്മുടെ ബൈപ്പാസിന്റെ ഇരുവശങ്ങളിൽ, NHന്റെ ഇരുവശങ്ങളിൽ, അല്ലാതെയുള്ള പോക്കറ്റ്സിൽ ഒക്കെ 100 കണക്കിന് 1000 കണക്കിന് സ്ഥാപനങ്ങൾ വരാമെന്ന് പറയുമ്പോൾ ഇത് കൊണ്ടുവരേണ്ട ഗവൺമെന്റാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് മറുനാടൻ മലയാളികളുമായിട്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളൊരു കയറും കൂടെ കൊണ്ടുവരണമെന്നാണ് ചോദിക്കുന്നത്. പോർട്ടിൻ്റെ അടുത്തൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങളൊരു കയറും കൂടെ കൊണ്ടുവരാം, എപ്പോഴാണ് തൂങ്ങേണ്ടതെന്ന്. അപ്പോൾ അതാണ് NRIs എന്ന് പറയുന്നവരുടെ ആറ്റിറ്റ്യൂഡ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചിത്രം അതാണ്. പക്ഷെ എന്തായാലും അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് വരാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം? വിഴിഞ്ഞം തുറമുഖം ഞങ്ങളാണ് ഏറ്റവും വലിയ കൾപ്രിറ്റ്സ് കേട്ടോ. ഞങ്ങളാണ് ഈ മോഹം ആളുകൾക്ക് കൊടുത്തത്. ദുബായ് ആകും, സിംഗപ്പൂർ ആകും, ഹോങ്കോങ് ആകും, ന്യൂയോർക്ക് ആകും എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള തൊഴിലവസരങ്ങളുടെ കണക്ക്, സിംഗപ്പൂരിലെ തൊഴിലവസരങ്ങളുടെ കണക്ക്, ദുബായിലെ തൊഴിലവസരം, ഇതെല്ലാം ഇവിടെ ആവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ഞങ്ങളിപ്പോൾ പ്രതിയാവുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അത് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞ ജോലി എവിടെ? ഞങ്ങൾ പറഞ്ഞ ജോലി എന്ന് പറയുന്നത് പോർട്ടിന് പുറത്താണ്. അന്നും ഇന്നും പറയുന്നത് പോർട്ടിന് പുറത്ത് നമ്മളൊരു ആംബിയൻസ് ഉണ്ടാക്കണം. ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്മ്യൂണിറ്റി, ലോജിസ്റ്റിക് കമ്മ്യൂണിറ്റി, വെയർഹൗസ് കമ്മ്യൂണിറ്റി, വാല്യൂ അഡീഷൻ കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു വലിയ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയാൽ നമ്മൾ പറയുന്ന
ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ റിംഗ് റോഡെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമായി. അതിപ്പോൾ ഒരു റിംഗ് പോലെ വളയമില്ലാതെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മത്സാമണി ചോദിച്ച ചോദ്യം ഇപ്പോഴും ഏറെ നിൽക്കുകയാണ്. എത്ര തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ആൻസർ പറയേണ്ടത് മിനിമം പോർട്ട് മന്ത്രിയാണ്, അദാനിയല്ല. പോർട്ട് മന്ത്രിയാണ് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. നമുക്ക് രണ്ടരും കൂടെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആളുകളെല്ലാം വളരെ ആങ്സൈറ്റി ഉള്ളവരാണ്, അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇനിയെങ്കിലും തയ്യാറാവണം. പക്ഷെ ഗവൺമെന്റും ഒരു ഡീറ്റെയിൽഡ് സർവേ കണക്ക് നടത്തണം. ഈ സർവേയും ഞാൻ 7 വർഷമായി സർവേ ഞാൻ കേട്ടു തുടങ്ങിയിട്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതെന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവൺമെന്റ് സ്റ്റാൻഡ് എന്ന് മനസ്സിലാക്കി നമുക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അവരെ തുറക്കില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.